യുദ്ധവിരുദ്ധ സന്ദേശവുമായി മടിക്കൈ സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനം ആചരിച്ചു. ചടങ്ങ് വാർഡ് മെമ്പർ എൻ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 6 ആരംഭിച്ച് 9 വരെ മടിക്കൈ കുഞ്ഞിക്കണ്ണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനം വിവിധ പരിപാടികളോടെയാണ് നടത്തിയത്. സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ക്ലബ്, ശാസ്ത്ര ക്ലബ്, വിദ്യാരംഗം, കലാസാഹിത്യവേദി, SPCJRC തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത്. ഇനിയൊരു യുദ്ധം വേണ്ട, യുദ്ധം മാനവരാശിക്ക് ദോഷം തുടങ്ങിയ സന്ദേശവുമായി യുദ്ധവിരുദ്ധ റാലി, സഡാക്കോ കൊക്കുപറത്തൽ, യുദ്ധവിരുദ്ധ സ്കിറ്റ്, പ്രസംഗം, യുദ്ധവിരുദ്ധ ഗാനം, യുദ്ധസ്മാരകത്തിൽ യുദ്ധവിരുദ്ധ സന്ദേശം രേഖപ്പെടുത്തൽ തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളാണ് നടത്തിയത്. ഹിരോഷിമ നാഗസാക്കി ദിനത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ പരിപാടികളാണ് നമ്മുടെ സ്കൂളിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് വിവിധ ക്ലബ്ബുകളുടെ ആണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതായത് സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, അതുപോലെ വിദ്യാരംഗം ക്ലബ്ബ്, അതുപോലെ നമ്മുടെ സ്കൂളിലെ SPC കാഡറ്റ്സുകൾ, അതുപോലെ JRC വളണ്ടിയേഴ്സ്, അധ്യാപകർ, അതുപോലെ PTA പ്രതിനിധികൾ എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അതായത് ഞങ്ങൾ കുട്ടികളിലേക്ക് ഒരു യുദ്ധവിരുദ്ധ സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിതിലൂടെ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന് ചെയ്ത പ്രത്യേകമായ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വിവിധ പത്രങ്ങളിൽ നിന്ന് യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇവർ ശേഖരിച്ച് അത് വളരെ സർഗാത്മകമായ രീതിയിൽ തന്നെ അവർക്ക് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റി എന്നതാണ്. ചടങ്ങ് വാർഡ് മെമ്പർ എൻ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് നടന്ന ഏറ്റവും വലിയ ഒരു കൂട്ടക്കുരുതിയാണ് ഹിരോഷിമയിലും അതോടൊപ്പം നാഗസാക്കി ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ നടന്ന മനുഷ്യത്വരഹിതമായ ബോംബാക്രമണത്തിൽ നിരപരാധികളായ ആളുകളാണ് മരിച്ചു വീണത്. അതിൻ്റെ ദുരന്ത ഫലങ്ങൾ ഇന്നും പലതരത്തിലും നമ്മളെല്ലാവരും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ഒരുപാട് കാലത്തെ യുദ്ധാനന്തര ഫലം നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. PTA പ്രസിഡന്റ് M പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. സീനിയർ അസിസ്റ്റന്റ് V ശാലിനി, വിവിധ ക്ലബ്ബുകളുടെ ചാർജ് വഹിക്കുന്ന അധ്യാപകരായ PK പ്രമോദ്, C ശാരദ, V ബിന്ദു എന്നിവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ K പ്രീത സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി PD സീമ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.